ഒരു കാലത്ത് അദ്ദേഹം എന്താണ് പിണറായി ഭക്തജന സംഘത്തിൻ്റെ ആഗോള അധ്യക്ഷൻ എന്ന് പരിഹസിക്കപ്പെട്ട ആളാണ്. ആ നിലയിൽ പിണറായി വിജയന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ചാനൽ വന്നിട്ട് ബഹളം വെച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ കാണും സാമാന്യമായിട്ട് ഈ ബുദ്ധിജീവികളും മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പിണറായി വിജയന് വേണ്ടി സംസാരിക്കാത്തൊരു കാലത്ത് പിണറായി വിജയന് വേണ്ടി സംസാരിക്കുന്നത് ഫാഷനബിൾ അല്ലാതെ ഒരു മോശം കാര്യമായി കരുതപ്പെട്ടിരുന്ന കാലത്ത് പിണറായി വിജയൻ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് വലിയ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം കുറച്ചും കൂടെ എന്താണ് ഒരു ബ്രോഡർ ലെഫ്റ്റ് അപ്രോച്ച് സ്വീകരിക്കുകയും അതേസമയം സംഘപരിവാറിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയും സംസ്ഥാന സർക്കാരിനെ വിഷയാധിഷ്ഠിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളാണ്. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ള ആളാണ്. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തിനെതിരൊരു പരാതി, ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയൊരു കുറിപ്പ് അത് രാജ്യദ്രോഹപരമാണെന്ന് പറഞ്ഞിട്ടൊരു പരാതി പോകുന്നുണ്ട്. അങ്ങനെ ഒരു പരാതി പോയതായിട്ട് നമ്മളറിയുന്നത് BJPയുടെ RSSൻ്റെ മുഖപത്രത്തിൽ വന്ന വാർത്തയിലൂടെയാണ്. അങ്ങനെ ഒരു പരാതി പോയതിൻ്റെ പേരിൽ കേരള പോലീസ് പറഞ്ഞിട്ടാണോ? ഇനി അതല്ല പിണറായി വിജയൻ്റെ തന്നെ പല സമീപനങ്ങളെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്, അതിൻ്റെ പേരിലാണോ? ഇതൊക്കെ അറിയേണ്ടതുണ്ട്. എന്തു തന്നെയാലും ഈ ഭരണകൂടം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, കേരള പോലീസ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇതിനെക്കുറിച്ച് 2 കാര്യം കൊണ്ട് എനിക്ക് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഇതൊക്കെ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള പരിപാടികളാണ്. ഇങ്ങനെ എൻ മാധവൻകുട്ടിയുടെ അല്ലെങ്കിൽ വേറൊരാളുടെ അത് മാധ്യമ പ്രവർത്തകൻ്റെ ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റിൻ്റെ ഇത് ഇൻവിസിബിൾ ആക്കുന്നതോടുകൂടി ആ ശബ്ദം ഇല്ലാതാകും, അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഇല്ലാതാവുമെന്നാണ് സർക്കാരും പോലീസും വിചാരിക്കുന്നത്. അങ്ങേയറ്റം എന്താ പറയുക, വിഡ്ഢിത്തം നിറഞ്ഞ ഒരു കാഴ്ചപ്പാടാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സോഷ്യൽ മീഡിയ വന്ന സമയത്ത് അതിൻ്റെ ഒരു എമർജൻസി ടൈമിൽ സാധാരണ ഉയർത്തപ്പെട്ടിരുന്നൊരു ആശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ലെഗസി മീഡിയകൾ, ഈ പരമ്പരാഗത മാധ്യമങ്ങൾ കാര്യങ്ങൾ മറച്ചു വെച്ചാലും കുഴപ്പമില്ല, എന്താണ് ഈ നവമാധ്യമങ്ങളുടെ കാലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രസംഗിക്കുക എഴുതുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്ന ആളുകൾ. ലെഗസി മീഡിയയേക്കാൾ ഭീകരമാംവിധം സെൻസർഷിപ്പ് നിലനിൽക്കുന്നൊരു ഏരിയയാണ് സോഷ്യൽ മീഡിയ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഏറ്റവും മാരകമായി അത് നമ്മൾ കാണുന്ന എപ്പോഴെന്ന് വെച്ചാൽ ഗസ ജിനോസൈഡ് നടക്കുന്ന സമയത്താണ്. മെറ്റ എന്ന് പറയുന്ന കമ്പനി, മെറ്റയും ഗൂഗിളും എല്ലാവരും എങ്ങനെയാണ് ഗസ കണ്ടൻറ്റുകളെ സപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ മലയാളത്തിൽ പോലും ഗസ എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ പോസ്റ്റിന് റീച്ച് കുറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആളുകൾ വേറെ പല വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എഴുതാറുണ്ടായിരുന്നത്. പകുതി മലയാളവും പകുതി ഇംഗ്ലീഷൊക്കെ ഉപയോഗിച്ച് അൽഗോരിതത്തിന് പിടിക്കാൻ പറ്റാത്ത സ്വഭാവത്തിൽ എഴുതാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അതൊരു സെൻട്രലൈസ്ഡ് പൊസിഷൻ എന്നുള്ള നിലയ്ക്ക് തന്നെ മെറ്റ അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, ട്വിറ്റർ ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, ഗൂഗിൾ ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്.